നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നവജാത ശിശുക്കളുടെ ഉറക്കം എന്ന ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രസവം കഴിഞ്ഞ് കുഞ്ഞുമായിട്ട് വീട്ടിലെത്തിയാൽ പിന്നെ മിക്ക അമ്മമാരുടെയും പ്രധാന പരാതി എന്താണെന്നറിയോ? സിസ്റ്ററെ, കുഞ്ഞ് രാത്രി ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, പകൽ മുഴുവൻ ഉറക്കമാണ് എന്നൊക്കെ. സത്യത്തിൽ ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, എല്ലാ അമ്മമാരും കടന്നു പോകുന്ന ഒരു ഘട്ടമാണിത്. ഈ വീഡിയോയിലൂടെ കുഞ്ഞുങ്ങളുടെ ഉറക്കത്തെക്കുറിച്ചുള്ള എല്ലാ രഹസ്യങ്ങളും അവരെ സുഖമായി ഉറക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുമാണ് നമ്മൾ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. എന്തുകൊണ്ട് കുഞ്ഞ് രാത്രി ഉണർന്നിരിക്കുന്നു? ശാസ്ത്രീയ വശമാണ് പറയുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് രാത്രിയിൽ ഉണർന്നിരിക്കുന്നത് എന്നാണ്. ഇതിനെ ഡേ നൈറ്റ് കൺഫ്യൂഷൻ എന്ന് പറയും. കുഞ്ഞ് നിങ്ങളുടെ വയറ്റിലായിരുന്നപ്പോൾ പകൽ നിങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആട്ടത്തിൽ അവർ സുഖമായി ഉറങ്ങുമായിരുന്നു. പക്ഷേ രാത്രി നിങ്ങൾ കിടക്കുമ്പോഴാണ് അവർ അവിടെ കളിക്കുന്നത്. പുറത്തു വരുമ്പോഴും ആ ശീലം മാറാൻ കുറച്ച് സമയമെടുക്കും. പിന്നെ മറ്റൊന്ന്, കുഞ്ഞുങ്ങളുടെ ഉറക്കം രണ്ട് തരത്തിലുണ്ട്. ആക്റ്റീവ് സ്ലീപ്പും ക്വയറ്റ് സ്ലീപ്പും. ആക്റ്റീവ് സ്ലീപ്പിൽ കുഞ്ഞുങ്ങൾ ഉറക്കത്തിൽ ചിരിക്കും, കൈകാലുകൾ അടിക്കും, മുഖത്ത് ഭാവങ്ങൾ മാറും. ഇത് കണ്ട് ഉണർന്നു എന്ന് കരുതി അമ്മമാർ പെട്ടെന്ന് എടുക്കാൻ ഓടും. അത് ചെയ്യരുത്. അവർ ലൈറ്റ് സ്ലീപ്പിലാണ്. പതുക്കെ അത് ഡീപ്പ് സ്ലീപ്പിലേക്ക് പൊയ്ക്കുള്ളൂ. മറ്റൊരു പ്രധാന കാര്യം അവരുടെ വയറാണ്. ഒരു ഗോലിയുടെ വലിപ്പമേ ഉള്ളൂ അവരുടെ വയറിന്. പെട്ടെന്ന് പാൽ ദഹിക്കും. അതുകൊണ്ട് വിശന്നിട്ടാണ് അവർ ഓരോ 2 മണിക്കൂറിലും ഉണരുന്നത്. ഇതൊരു സ്വാഭാവികമായ കാര്യമാണ്. രാത്രി ഉറങ്ങാൻ പ്രായോഗികമായി നമ്മൾ ചെയ്യേണ്ട വിദ്യകൾ എന്തെല്ലാമാണെന്നാണ് പറയാൻ പോകുന്നത്. രാത്രി നമുക്ക് ഇവരെ സുഖമായി ഉറക്കാം. എങ്ങനെയെന്ന് നോക്കാം. ഇതിൽ ഏറ്റവും പ്രധാനം മുറിയിലെ വെളിച്ചമാണ്. നമ്മുടെ ശരീരത്തിൽ മെലാറ്റോണിൻ എന്നൊരു ഹോർമോൺ ഉണ്ട്. അത് ഇരുട്ടത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പകൽ സമയം ജനാലകൾ തുറന്നിടുക, നല്ല വെളിച്ചം മുറിയിൽ വേണം. വീടിനുള്ളിൽ സംസാരവും മറ്റ് ശബ്ദങ്ങളും കുഞ്ഞ് കേൾക്കട്ടെ. രാത്രി സമയത്ത് മുറിയിൽ ഇരുട്ടായിരിക്കണം. പരമാവധി ഒരു 0 ബൾബ് മാത്രമേ ഉണ്ടായിരിക്കാവൂ. രാത്രി പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിൻ്റെ കണ്ണിൽ നോക്കി സംസാരിക്കാനോ കളിക്കാനോ നിൽക്കരുത്. ഇത് ഉറങ്ങാനുള്ള സമയമാണ് എന്ന് ആ നിശബ്ദതയിലൂടെ അവർ മനസ്സിലാക്കണം. അടുത്തത് കുഞ്ഞിനെ പൊതിയുന്ന രീതിയാണ്. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഞെട്ടി ഉണരാറുണ്ട്. മോറോഫ്ലെക്സ് ആണ്. അത് ഒഴിവാക്കാൻ ഒരു നേരിയ കോട്ടൺ തുണി കൊണ്ട് പതുക്കെ പൊതിഞ്ഞു കെട്ടാം. അത് അവർക്ക് അമ്മയുടെ വയറ്റിലെ ഒരു സുരക്ഷിതത്വം നൽകും. ഉറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കുഞ്ഞുങ്ങളെ എപ്പോഴും മലർത്തി വേണം കിടത്താൻ. വശങ്ങളിലേക്ക് ചരിച്ചോ കമഴ്ത്തിയോ കിടത്തുന്നത് ശ്വാസതടസ്സത്തിന് കാരണമായേക്കാം. കുഞ്ഞിനെ കിടത്തുന്ന മെത്ത അധികം താഴ്ന്നു പോകരുത്. തലയണകൾ, കട്ടിയുള്ള പുതപ്പുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ കുഞ്ഞിൻ്റെ പരിസരത്ത് നിന്ന് മാറ്റണം. അമ്മയുടെ കൂടെ ചേർന്ന് കിടക്കുന്നത് നല്ലതാണ്. പക്ഷേ അമ്മ ഉറക്കത്തിൽ കുഞ്ഞിൻ്റെ മേൽ കൈ ഇടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അമ്മമാർക്കുള്ള ഒരു ഉപദേശമാണ്. കുഞ്ഞ് പകൽ ഉറങ്ങുമ്പോൾ നിങ്ങളും കൂടെ ഉറങ്ങാൻ ശ്രമിക്കണം. ഫോൺ നോക്കാനോ വീട്ടുജോലിക്കോ ആ സമയം കളയരുത്. നിങ്ങളും കൂടെ ഒന്ന് ഉറങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് അടുത്ത രാത്രിയിലേക്ക് എനർജി കിട്ടുകയുള്ളൂ. വീട്ടുകാരോടും സഹായം ചോദിക്കാൻ മടിക്കരുത്. ഈ ഘട്ടം പെട്ടെന്ന് മാറും. അതുകൊണ്ട് ക്ഷമയോടെ ഇരിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.